പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്ന വിഷയം സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. സ്നേഹത്തിന്റെ ചില അവസ്ഥകളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ്. ഈ ലോകത്ത് 8 തരം സ്നേഹങ്ങളാണ് കാണപ്പെടുക. ഈ 8 തരം സ്നേഹങ്ങൾ അവയുടെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നതിനെ കുറിച്ച് അല്പമായി വിശദീകരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. സ്നേഹം എന്ന വിഷയം കടലുപോലെ നീണ്ടു കിടക്കുന്ന ഒരു അനുഭവമാണ്. സ്നേഹമെന്ന് പറയുന്നത് ദൈവമാണ്. സ്നേഹമെന്ന് പറയുന്നത് അത് ഒരിക്കലും വിദ്വേഷമോ പിണക്കമോ ഉണ്ടാക്കുന്നതല്ല. സ്നേഹം സകലത്തിനും പരിഹാരമായ ഒരു വസ്തുതയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. ആ സ്നേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഇവിടെ 8 തരം സ്നേഹങ്ങളെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ 8 തരം സ്നേഹങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യത്തെ സ്നേഹം ഇറോസ് എന്ന് പറയുന്ന സ്നേഹം. അത് ശാരീരിക ബന്ധത്തിന് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്നേഹത്തെയാണ് കാണിക്കുന്ന സ്നേഹത്തെയാണ് ഈറോസ് എന്ന് ഗ്രീക്ക് പദത്തിലുള്ള ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്നേഹം എന്ന് പറയപ്പെടുന്നത്. അടുത്ത ഫിലോസ് എന്ന് പറയുന്ന സ്നേഹം. ഫിലോസ് എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് സൗഹൃദ സ്നേഹം. പ്രിയപ്പെട്ടവൻ, എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ വ്യക്തി എന്നൊക്കെ പറയുന്നത് പോലെ സൗഹൃദമായ ഫ്രണ്ട്ഷിപ്പായ സ്നേഹത്തെയാണ് ഫിലോസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോറേജ് എന്ന് പറയുന്ന സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്നത് കുടുംബ സ്നേഹം, ഫാമിലി സ്നേഹമാണ്. സഹോദരന്മാരോടും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടും ഉണ്ടാകുന്ന സ്നേഹം. ഈ സ്നേഹത്തിന് ഒത്തിരി ഘടകങ്ങളുണ്ട്. ഞാനത് വ്യാഖ്യാനിക്കുമ്പോൾ അത് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അടുത്ത് ലൂഡ്സ് സ്നേഹം എന്ന് പറഞ്ഞാൽ, ലൂഡ്സ് സ്നേഹം എന്ന് പറയുമ്പോൾ തമാശക്കായിട്ടുള്ള ഫണ്ണിന് വേണ്ടി, അതായത് കളിക്കളത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്ന സ്നേഹമാണ്. അടുത്ത് മാനിയ എന്ന് പറയുന്ന സ്നേഹം അസൂയ വരുന്നതായ സ്നേഹമാണ്. അത് പൊസസീവ്നെസ് എന്ന സ്നേഹമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്ത് പെർഗമ എന്ന സ്നേഹം. പെർഗമ സ്നേഹം എന്ന് പറയുന്നത് പ്രണയ സ്നേഹമാണ്. പ്രണയ സ്നേഹത്തിന് അതിൻ്റെതായ അവസ്ഥകളെ കുറിച്ച് ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. അടുത്ത് ഫിലാന്തിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിലുള്ള സ്നേഹം. ഇത് സെൽഫ് സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്നതായ സ്നേഹം. അടുത്ത സ്നേഹം എന്ന് പറയുന്നത് അഗപ്പെ എന്ന് പറയുന്ന സ്നേഹമാണ്. അഗപ്പെ എന്ന സ്നേഹം ദൈവസ്നേഹമാണ്. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയെങ്കിലും ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഇറോസ് എന്ന സ്നേഹം എന്ന് പറയുന്നത് ശാരീരികമായുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ സ്നേഹം. ഈ സ്നേഹത്തിന് ചില അനുഭവങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ നിന്നും എബ്രായരുടെ ലേഖന പുസ്തകം 13-ാം അധ്യായം 4-ാം വാക്യം അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്നേഹമാണ്. ഈ സ്നേഹം ദൈവത്തിന്റെ സന്നിധി തെറ്റാണ് എന്നുള്ളത് വ്യക്തമായിട്ട് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഒത്തിരി റെഫറൻസുകളുണ്ട്. എങ്കിലും ഈ ഒരൊറ്റ വാക്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാണ്. അതുപോലെ തന്നെ ഫിലോസ് എന്ന് പറയുന്ന സ്നേഹം സൗഹൃദ സ്നേഹം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയും, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിപ്പിച്ചു. നിനക്ക് പ്രിയനായവൻ എന്ന് പറഞ്ഞാൽ പ്രിയനായ എന്ന വാക്ക് വരുന്നത് നമ്മുടെ സൗഹൃദ സംബന്ധമാകുന്ന വിഷയങ്ങളാണ്. നല്ല ഫ്രണ്ട്ഷിപ്പായ ഒരവസ്ഥ ഫിലോസ് എന്ന് പറയുന്ന സ്നേഹമാണ്, സൗഹൃദമായ സ്നേഹം. ഈ സൗഹൃദമായ സ്നേഹം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട എന്ന അനുഭവം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ പലയിടത്തും പ്രിയപ്പെട്ട എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പ്രിയനായ ലാസർ ദീനമായി കിടക്കുന്നു എന്ന വിഷയം മാർത്തായും മറിയയും യേശുവിനെ അറിയിക്കുന്നതിന് വേണ്ടി പറയിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്ന ഒരു ഭാഗം, ഈ സ്നേഹം എന്ന് പറയുന്നത്
സൗഹൃദ സ്നേഹമായതുകൊണ്ടാണ് ഇതിനെ പ്രിയപ്പെട്ടവർ എന്ന പദം ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ അടുത്ത ഒരു ഭാഗം കൂടി വായിക്കാം. യോഹന്നാൻ 20:2 അധ്യായം അതിന്റെ 2 വാക്യം വായിക്കുമ്പോൾ, ശീമോൻ പത്രോസിന്റെയും യേശുവിന്റെയും പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ പ്രിയനായ മറ്റേ ശിഷ്യൻ. അപ്പൊ 12 ശിഷ്യന്മാരുള്ളതിൽ ഏറ്റവും സൗഹൃദമായ, ഏറ്റവും ഫ്രണ്ട്ഷിപ്പായ ഒരു 3 വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മറ്റേ പ്രിയനായ മറ്റേ ശിഷ്യന്റെ അടുക്കലും കൂടി ചെന്നു. നമുക്ക് തന്നെ പ്രിയപ്പെട്ടവരായ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവൻ എന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ പ്രിയപ്പെട്ടവർ എന്ന അനുഭവത്തിലുള്ളവരും ഉണ്ടായിരുന്നു, സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്നേഹം എന്ന് പറയുന്നത് തെറ്റല്ല. ഈ സ്നേഹത്തിൽ പാവം വരുന്നില്ല. ഹല്ലേലൂയ. അതുപോലെ അടുത്ത സ്നേഹം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് സ്റ്റോർച്ച് എന്ന് പറയുന്ന സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്നത് ഫാമിലി സംബന്ധമായ സ്നേഹമാണ്. ഇതിനെയാണ് ഈ സഹോദരൻ, സഹോദരി, അമ്മ, അപ്പൻ എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് ഫാമിലി സംബന്ധമാകുന്ന സ്നേഹമാണ്. ഇതിന്റെ റോമർ എഴുതിയ ലേഖന പുസ്തകം 12 അധ്യായം 10 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, സഹോദര പ്രീതിയിൽ തമ്മിൽ സായികൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ എന്ന് പറയും. അവിടെ പറയുന്ന ഒരു ഭാഗമാണ് സഹോദര പ്രീതിയിൽ അന്യോന്യം നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളണം. ഈ ഫാമിലി സ്നേഹം എന്ന് പറയുമ്പോൾ പുറമെ അധികം സ്നേഹം കാണിക്കത്തില്ല, പക്ഷെ നല്ല ബഹുമാനമുണ്ടാകും. ഈ സ്നേഹത്തിനു വേണ്ടി കരുതാനും ഓടാനും എന്തും ചെയ്യാനും താല്പര്യം കാണിക്കുന്നുണ്ട്, ഒരു ബഹുമാനം കാണിക്കുന്നുണ്ട്. കാരണം കുടുംബ ബന്ധമാണ്, രക്തബന്ധമാണ്. ഈ രക്തബന്ധത്തിന് നമുക്ക് ഓപ്പൺലി നമുക്ക് സ്നേഹം പ്രകടമാക്കുവാനായിട്ട് ചില വ്യക്തികൾ തയ്യാറാകത്തില്ല. അവർ അകമേ ഈ വ്യക്തികളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. ഇവരുമായിട്ട് നല്ല രീതിയിൽ ബഹുമാനിക്കുകയും വളരെ വില കൊടുത്ത് പ്രാർത്ഥിക്കുവാനും താല്പര്യപ്പെടുന്ന ഒരു അനുഭവമാണ്. ഇത് വേദപുസ്തകം ഒത്തിരി ഭാഗങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് തമാശക്കായിട്ടുള്ള സ്നേഹം, ലൂഡ് സ്നേഹം എന്ന് പറയുന്നത് തമാശക്കായിട്ടുള്ള ഫൺ, ഇംഗ്ലീഷിൽ ഫൺ സ്നേഹം എന്ന് പറയുന്നു. ഈ ഫൺ സ്നേഹം എന്ന് പറഞ്ഞത് തമാശക്കായിട്ട് എന്ത് പറയാൻ, ഒരു കളിക്കളത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരു ചീട്ട് കളിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ കാണുന്ന വ്യക്തികളോടുമായിട്ടുള്ള സ്നേഹം. ഇതുപോലെ പല സ്ഥലങ്ങളിലും ചില വ്യക്തികൾക്ക് സ്നേഹം ഉണ്ടാവാറുണ്ട്. അത് ആ സമയത്ത് ഒരു കളി ഒരു തമാശക്കായിട്ടുള്ള സ്നേഹമാണ്. ഈ സ്നേഹം ഒരിക്കലും നീണ്ടു നിൽക്കുന്നതില്ല. ഇത് താൽക്കാലികമായ സ്നേഹമാണ്. ഈ സ്നേഹത്തിന് വേദപുസ്തകത്തിനകത്ത് ഇതിന് വലിയ തെളിവുകളില്ലേ എങ്കിലും, പക്ഷെ ഈ സ്നേഹം ഈ ലോകത്തിനകത്ത് പല വ്യക്തികളുടെ ജീവിതത്തിനകത്തും നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നിങ്ങൾ വളരെയധികം ചിന്തിക്കണം. കളിക്കളത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന പല വ്യക്തികളെയും കുറിച്ച് നമ്മൾ പിന്നെ ഓർക്കാറില്ല എന്നതുപോലെയാണ് ഈ സ്നേഹത്തിന് മതിപ്പില്ല, ഈ സ്നേഹത്തിന് ഉറപ്പില്ല എന്ന കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ മാന്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ കുശുമ്പ് വരുന്നതായ സ്നേഹം. ഈ സ്നേഹം നമ്മൾ പറയുമ്പോൾ നമുക്കൊരു എന്ത് പറയാം, ഒരു ചിരിയൊക്കെ വരും. കാരണം ഞാൻ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, അവരുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ ഭാര്യയെ മറ്റുള്ളവർ സ്നേഹിക്കുന്നത് ചില വ്യക്തികൾക്ക് താല്പര്യമില്ല. അപ്പൊ ഈ പല സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഈ പൊസസീവ്നെസ് ഉള്ള ഈ സ്നേഹം. ഈ സ്നേഹം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, കയ്യനും ഹാബേലും യാഗം കഴിക്കുവാനായിട്ട് പോയി. രണ്ടുപേരും യാഗം കഴിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തന്നെയാണ്. പക്ഷെ രണ്ടുപേരുടെ യാഗത്തിന്റെ നടുവില് ചില വ്യതിചലനങ്ങൾ ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരുപോലെ യാഗം കഴിക്കുവാൻ പോയി. പക്ഷെ കാവേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചപ്പോ കയ്യിന് ഹാവേലിനോട് കോപമുണ്ടായി. കാരണം എന്റെ യാഗത്തിൽ പ്രസാദിക്കാതെ അവന്റെ യാഗത്തിൽ പ്രസാദിച്ചത് എന്താ? അവിടെ ദൈവം ചോദിക്കുകയാണ്, കയ്യിനെ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? അവൻ നന്മ ചെയ്യാൻ തയ്യാറായില്ല. പകരം അവൻ ചെയ്യാൻ തയ്യാറാവുന്നത് അവനെ എങ്ങനെയെങ്കിലും കൊല്ലണം. ഇങ്ങനെയുള്ള പൊസസീവ്നെസ്
നിറഞ്ഞതായ ഒരു സ്നേഹമാണ് ഇന്ന് പല സ്ഥലങ്ങളിലും വളരെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത്. അപ്പൊ ഈ പൊസസീവ്നെസ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വളരെ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. ഒരു കമ്പനിയിൽ നോക്കിയ ഒരു മാനേജർ വേറൊരു സ്റ്റാഫിനേക്കാളും മറ്റൊരു സ്റ്റാഫിനെ സ്നേഹിച്ചാൽ പിന്നെ അവിടെ പ്രശ്നം സംഭവിക്കുകയാണ്. അങ്ങനെ ഈ പൊസസീവ്നെസ് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനെ യഥാർത്ഥ സ്നേഹം എന്നല്ല ബൈബിൾ പറയുന്നത്. ആമേൻ. അത് പൊസസീവ്നെസ് എന്നാണ് പറയുന്നത്, കുശുമ്പ് എന്നാണ് പറയുന്നത്. ഈ സ്നേഹത്തിന് ബൈബിൾ പ്രകാരം തെറ്റാണ്. ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ഈ ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നും വിട്ടുമാറുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷം ഉണ്ടാകുന്നതിന്, സമാധാനം ഉണ്ടാകുന്നതിന് വലിയ ഒരു കാരണവും കൂടിയാണ്. അതുപോലെ അടുത്ത സ്നേഹം എന്ന് പറയുന്നത് പെർഗമ എന്ന് പറയുന്ന സ്നേഹം. പെർഗമ എന്ന് പറഞ്ഞാൽ പ്രണയ സ്നേഹം എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. അവിടെ രൂത്തിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്ന പ്രണയ സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ വിട്ടു പിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. ഇതാണ് പ്രണയ സ്നേഹം എന്ന് പറയുന്നത്. ഈ ഒരാളോട് പറ്റിച്ചേരുക. പ്രൈസ് ദി ലോർഡ്. ഈ ഒരാളോട് പറ്റിച്ചേരുന്നതിനെയാണ് പ്രണയ സ്നേഹം എന്ന് പറയുന്നത്. ഈ പ്രണയ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഈ സ്നേഹത്തിൽ നിന്നും വിട്ടുമാറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് പല പല ബന്ധങ്ങൾക്കും, കല്യാണങ്ങളായാലും ശരി, ഈ ബന്ധങ്ങൾ ഈ ഭാഗം വരുമ്പോൾ, ഈ പ്രണയം എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ ഇത് ഉറച്ചു നിൽക്കുന്നത്. ഈ പ്രണയബന്ധം എന്ന് പറയുന്നത് ഇതിൽ ജാതി നോക്കിയല്ല വരുന്നത്, മതം നോക്കിയല്ല വരുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള അട്രാക്റ്റീവായ ചില അനുഭവങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. ഇതിനെയാണ് പ്രണയ സ്നേഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് വേദപുസ്തക പ്രകാരം വായിച്ചു നോക്കുമ്പോൾ പലയിടത്തും ഇതിന് സപ്പോർട്ടായിട്ട് പറയുന്നുണ്ടെങ്കിലും ദൈവത്തെ കവിഞ്ഞ് ഏതിനെ സ്നേഹിച്ചാലും വിഗ്രഹ ആരാധനയാണ് എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തെ കവിഞ്ഞ് എന്തിനെ നമ്മൾ സ്നേഹിച്ചാലും അത് വിഗ്രഹ ആരാധനയാണ് എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ അടുത്തതായ സ്നേഹം എന്ന് പറയുന്നത് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ പിലാറ്റിയ എന്ന് പറയുന്ന സ്നേഹമാണ്. പിലാറ്റിയ എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് സെൽഫ്, തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുക. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിക്ക് എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാകുക. ആ വ്യക്തി എങ്ങനെയെങ്കിലും കുപ്പിയും തുറം മൈൻഡ് വാഷ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇതെന്ന് പറയുന്ന സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് പിലാറ്റിയ എന്ന് പറയുന്നത്. സെൽഫ് സ്നേഹം, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി. ഈ സ്നേഹത്തെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി അതിനെ തടസ്സം ചെയ്യുകയാണ്. മത്തായി സുവിശേഷം 22:39 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, നിന്നെ പോലെ നീ കൂട്ടുകാരനെ സ്നേഹിക്കാൻ ശ്രമിക്കുക. സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ എന്ത് ചെയ്യരുത്, അവനെ സ്നേഹിക്കരുത്. നിന്നെ പോലെ തന്നെ നീ സ്നേഹിക്കുവാനായിട്ട് തയ്യാറാകണം. ഈ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്ന ഭാഗത്തെ വേദപുസ്തകത്തിൽ പറയുന്നതിന്റെ കാരണം എന്ന് പലരും, ചില വ്യക്തികളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ് പക്ഷേ പറഞ്ഞു തരാം. നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിൽ ഒരു വേദന വരുമ്പോൾ നീ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, അതുപോലെ മറ്റൊരു വ്യക്തിയെ തന്റെ കൂട്ടുകാരനോടും അങ്ങനെ ചെയ്യുവാൻ തയ്യാറാകുന്നതിനെയാണ് നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള സ്നേഹം പലയിടത്തും നഷ്ടപ്പെട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. അതുപോലെ ഫിലിപ്പിയർ ലേഖന പുസ്തകം തന്നെ 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ. ശാഠ്യത്താലോ ദുരഭിമാനത്തോടുകൂടെയോ ആരെയും സ്നേഹിക്കരുത്. ഈ സ്നേഹം ബൈബിൾ പ്രകാരം തെറ്റാണ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നത് ബൈബിൾ പ്രകാരം തെറ്റാണ് എന്നുള്ള കാര്യം വ്യക്തമായി വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്.
പ്രൈസലോ. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം. ദൈവത്തിന്റെ സന്നിധി നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ദൈവത്തിനെ കുറിച്ചുള്ള ഒരു വിചാരം ഉണ്ടാകണം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അഗപ്പെ എന്ന് പറയുന്ന സ്നേഹമാണ്. അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് ഉപാധികളില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാത്തതായ സ്നേഹം. ഈ സ്നേഹം അവിടെ ചില ഭാഗങ്ങൾ ഞാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, അവിടെ പറയുന്നത് തന്റെ ഏകജാതനായ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ പുത്രനാൽ ഒരു വ്യക്തി ജീവിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനാൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടതിന്, നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആ ദൈവം ലോകത്തെ സ്നേഹിച്ചു. തേജസ്കരിക്കപ്പെട്ട ലോകത്തെ മാറ്റിവെച്ചിട്ട് ഈ ലോകത്തിൽ വന്ന് നമ്മൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഈ ലോകത്തെ സ്നേഹിക്കുവാനിടയായി. ഈ ലോകത്തിലുള്ള കഷ്ടം താൻ വഹിച്ചു, ഈ ലോകത്തുള്ള അപമാനം താൻ ഏറ്റു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, നമ്മെ രക്ഷിക്കാൻ. അതിനെക്കുറിച്ച് പറയുന്ന സ്നേഹമാണ് അഗപ്പെ. ഈ സ്നേഹത്തിന് പ്രതിഫലമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നീ രക്ഷപ്പെടണം. ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി സ്വന്തം പുത്രനെ വരെ ഈ ലോകത്തെ നമുക്ക് വേണ്ടി തരാൻ എന്റെ ദൈവം തയ്യാറായതിന്റെ കാരണം നമ്മോടുള്ള സ്നേഹമാണ്. ഈ അകമഴഞ്ഞ് സ്നേഹിക്കുന്ന സ്നേഹമാണ് നമ്മിൽ നിന്നും വെളിപ്പെടേണ്ടത് എന്ന് കർത്താവായ യേശുക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എഴുതിയ ലേഖന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ, നാം ക്രിസ്തുവാൽ ജീവിക്കേണ്ടതിന് പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായി. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ, അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് അയച്ചത് നമ്മിൽ നിന്നും എന്തോ കണ്ടിട്ടല്ല, നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മെ ദൈവത്തിന്റെ രൂപമായ മനുഷ്യനെ തന്നോടൊപ്പം ചേർത്തുകൊള്ളുവാൻ, തന്നോടൊപ്പം യോഗ്യനാക്കി മാറ്റാൻ, തന്നോടൊപ്പം ശ്രേഷ്ഠനാക്കി മാറ്റാൻ എന്റെ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ എനിക്കും നിനക്കും വേണ്ടി ഈ ലോകത്തെ സ്നേഹിക്കാൻ, ഈ ലോകത്തിലെ കഷ്ടങ്ങളെ ഏറ്റെടുക്കാൻ നമുക്ക് വേണ്ടി ഈ ലോകത്തേക്ക് അയക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ നാം എന്താ ചെയ്യുന്നത്? സ്വാർത്ഥതയുള്ള സ്നേഹം, പൊസസീവ്നെസ്സിലുള്ള സ്നേഹം, ശാരീരികമാകുന്ന ബന്ധത്തിന് വേണ്ടിയുള്ള സ്നേഹം, ഇങ്ങനെയുള്ള സ്നേഹങ്ങളിലേക്ക് മനുഷ്യരെ നാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്നേഹം കർത്താവായ ദൈവം വെറുക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുകയാണ്. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കവിഞ്ഞ് മറ്റു പലതിനെ സ്നേഹിക്കുവാനുള്ള താല്പര്യത്തോടുകൂടെ ആയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, അങ്ങനെയുള്ള അനുഭവത്തിൽ നാം പോയാൽ നമ്മുടെ ജീവിതത്തിനകത്തുള്ള സ്നേഹത്തിന് വിലയുണ്ടാകത്തില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.